ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് സേമിയ കൊണ്ടൊരു പുതിയ വിഭവം തയ്യാറാക്കിയല്ലോ. ന്യൂഡിൽസിൻ്റെ ടേസ്റ്റിൽ നല്ലൊരു വിഭവം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. പാത്രം ചൂടായാൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ചേർക്കാം. ഇത് നന്നായി വഴന്ന് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴന്ന് വരണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന സേമിയക്ക് അനുസരിച്ച് മസാലകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് പകരം ടൊമാറ്റോ പ്യൂരിയോ സോസോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഈ തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ടോട്ടൽ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ബാക്കി ഇത് വെന്ത് വന്ന ശേഷം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് നന്നായി ഉടഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. സേമിയ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് സേമിയക്ക് 2 കപ്പോളം വെള്ളം വേണ്ടി വരും. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതാണ്, നോക്കി വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയാണ് ഞാൻ എടുത്തത്. ഇത് നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഉപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചിക്കൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയ സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു 15 മിനിറ്റ് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല സേമിയ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.